എക്സ്മെൻ മൂവീസിൽ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിന്റെ രണ്ട് വേർഷൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ MCUവിൽ മറ്റൊരു ജീൻ ഗ്രേ ഡെബ്യൂ ചെയ്തിരിക്കുന്നു. ജീൻ ഗ്രേയുടെ ഈ മൂന്ന് വേർഷൻസിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും ബാഡാസ് ആയിട്ടുള്ള ജീൻ ഗ്രേ ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എക്സ്മെൻ അപ്പോക്കലിപ്സ്, ഡാർക്ക് ഫീനിക്സ് എന്നീ മൂവീസിലാണ് സോഫി ടെർണറിന്റെ ജീൻ ഗ്രേയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ യങ്ങായിട്ടുള്ള ജീൻ ഗ്രേ ആണ് സോഫി ടെർണർ അവതരിപ്പിച്ചത്. ജീൻ ഗ്രേക്ക് ഉണ്ടാകുന്ന ഫിയർ, വൾണറബിലിറ്റി, അവൾക്കുണ്ടാകുന്ന ഇന്നർ സ്ട്രഗിൾ, ഇതെല്ലാം തന്നെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സോഫി ടെർണറിന് സാധിച്ചെങ്കിലും വളരെ വീക്കായിട്ടുള്ള റൈറ്റിംഗും ഡാർക്ക് ഫീനിക്സ് പോലെയുള്ള ഒരു മൂവിയുടെ നിലവാരക്കുറവും ആ മൂവിയുടെ പരാജയവുമെല്ലാം സോഫി ടെർണറിന്റെ ജീൻ ഗ്രേ എന്ന ക്യാരക്ടറിന്റെ പ്രകടനത്തിന് തിരിച്ചടിയായി എന്ന് തന്നെ പറയാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഡെബ്യൂ ചെയ്ത സേഡി സിംഗിന്റെ ജീൻ ഗ്രേ ഇപ്പോൾ തന്നെ ഒരുപാട് പേരുടെ ഫാൻ ഫേവറേറ്റ് ജീൻ ഗ്രേ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ പവർഫുൾ ആയ ഒരു ടെലിപാത്ത് ആയിട്ട് തന്നെയാണ് ജീൻ ഗ്രേ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. സേഡി സിംഗിന്റെ ജീൻ ഗ്രേ യങ് ആണെങ്കിലും MCUവിന്റെ ഫ്യൂച്ചറിൽ ജീൻ ഗ്രേ വളരെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ള ജീൻ ഗ്രേ വേർഷൻസിലും പവർഫുൾ വേർഷനായിട്ട് മാറാൻ സേഡി സിംഗിന്റെ ജീൻ ഗ്രേക്ക് സാധിക്കും. ഫെംകെ ജെൻസൺ ആണ് ലൈവ് ആക്ഷൻ മൂവീസിൽ ആദ്യമായിട്ട് ജീൻ ഗ്രേ എന്ന ക്യാരക്ടറായിട്ട് വേഷമിട്ടത്. എക്സ്മെൻ യുണൈറ്റഡ്, എക്സ്മെൻ ദ ലാസ്റ്റ് സ്റ്റാൻഡ്, ദ വൂൾവറിൻ, എക്സ്മെൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്നീ മൂവീസിലാണ് ഫെംകെ ജെൻസന്റെ ജീൻ ഗ്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ജീൻ ഗ്രേ എന്ന് തന്നെ ഫെംകെ ജെൻസന്റെ ജീൻ ഗ്രേയെ നമുക്ക് വിശേഷിപ്പിക്കാം. ജീൻ ഗ്രേയുടെ കൈൻഡ്നസ് ആയാലും ഇന്റലിജൻസ് ആയാലും, മാത്രമല്ല ഫീനിക്സ് ഫോഴ്സ് എന്ന വളരെ ടെറിഫൈങ് ആയിട്ടുള്ള പവറിനെ പോലും വളരെ മികച്ച രീതിയിൽ കാണിച്ചത് ഫെംകെ ജെൻസന്റെ ജീൻ ഗ്രേ ആണ്. ദ മോസ്റ്റ് ഐക്കോണിക് ലൈവ് ആക്ഷൻ ജീൻ ഗ്രേ, അതാണ് ഫെംകെ ജെൻസന്റെ ജീൻ ഗ്രേ.